celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഫോമിയേക്കാൾ കരുത്തുറ്റ പ്രസ്ഥാനമാണ് വിമൻസ് ഫോറം എന്ന് മുൻ പ്രസിഡന്റ് അനിയൻ ജോർജ് ഇടയ്ക്കിടെ പറയുമായിരുന്നു. നാനാരംഗത്തുള്ള വനിതാ മുന്നേറ്റത്തിന്റെ പ്രതീകമായിരുന്നു വിമൻസ് ഫോറം. ചാരിറ്റി പ്രവർത്തനങ്ങൾ, സ്കോളർഷിപ്പ് പദ്ധതി, വ്യത്യസ്ത വിഷയങ്ങളെപ്പറ്റിയുള്ള കോൺഫറൻസുകൾ എല്ലാം വിമൻസ് ഫോറത്തെ വ്യത്യസ്തമാക്കി. വിമൻസ് ഫോറം രൂപം കൊണ്ടപ്പോൾ ഇതായിരുന്നില്ല സ്ഥിതിയെന്ന് ആദ്യത്തെ വിമൻസ് ഫോറം ചെയറും ഇപ്പോൾ വീണ്ടും വനിതാ പ്രതിനിധിയായി വിജയിക്കുകയും ചെയ്ത ഗ്രേസി ജെയിംസ് അനുസ്മരിക്കുന്നു. 2008-2010 കാലത്ത് വിമൻസ് ഫോറത്തിൽ പ്രവർത്തിക്കാൻ കുറച്ചുപേരെ നിർബന്ധിച്ച് കണ്ടെത്തുകയായിരുന്നു. അത് നല്ല തുടക്കമായിരുന്നുവെന്ന് പിന്നീടുള്ള പ്രവർത്തനം തെളിയിച്ചു. എങ്കിലും കുറച്ചു നാളുകളായി വിമൻസ് ഫോറം പഴയ പ്രതാപം നിലനിർത്തുന്നുണ്ടോ എന്ന് പലർക്കും സംശയം. അവരാണ് വീണ്ടും സജീവമാകാൻ അഭ്യർത്ഥിച്ചത്. ഇപ്പോൾ 6 വനിതാ പ്രതിനിധികൾ വേണ്ടിടത്ത് 5 പേരേ ഉള്ളൂ. ഒരാളെ കൂടി എക്സിക്യൂട്ടീവും നാഷണൽ കമ്മിറ്റിയും കണ്ടെത്തണം. അതേപോലെ വിമൻസ് ഫോറം ചെയറും പുറത്തുനിന്ന് വരണം. മറ്റു വനിതാ പ്രതിനിധികളുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്നതേ ഉള്ളൂവെന്ന് ഗ്രേസി ജെയിംസ് പറഞ്ഞു. യുവത്വവും പുതിയ ആശയങ്ങളും ഉള്ളവരാണ് അവർ. തന്നെ സംബന്ധിച്ചിടത്തോളം ചാരിറ്റി, സ്കോളർഷിപ്പ് പദ്ധതികൾ എന്നിവ ശക്തിപ്പെടുത്തുക എന്നതാണ് മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന്. അതേപോലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സെമിനാറുകളും ബോധവൽക്കരണവും സംഘടിപ്പിക്കുക എന്നതും. സെമിനാറുകൾ സൂമിൽ പോരാ, നേരിട്ട് വേണം എന്നതാണ് തന്റെ പക്ഷം. മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളവയാണെങ്കിലും താഴെ പറയുന്ന വിഷയങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. വാർദ്ധക്യത്തെ എങ്ങനെ നേരിടാം അഥവാ ഏജിംഗ് ഗ്രേസ്ഫുള്ളി, ക്യാൻസറിനെതിരെ വ്യത്യസ്ത തരം കർമ്മ പദ്ധതികളും പ്രതിരോധ മാർഗങ്ങളും, യുവജനതയെ എങ്ങനെ നേർവഴിക്ക് വളർത്താം എന്നിവയൊക്കെ. വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ പുതിയ പ്രശ്നങ്ങളായി നമുക്ക് മുന്നിൽ വീണ്ടും അവതരിക്കുന്നു. ചുരുക്കത്തിൽ ഈ വിഷയങ്ങളൊന്നും പഴയതല്ല. പ്രശസ്തമായ അക്കരെ കാഴ്ച സീരിയലിൽ ചില രംഗങ്ങളിൽ ഗ്രേസി ജെയിംസ് അഭിനയിച്ചിട്ടുണ്ട്. കൈരളി TVയുടെ ജോസ് കാടാപ്പുറം ആദ്യകാല നേഴ്സുമാരെ പറ്റി ഒരു സീരിയൽ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തന്നെ സമീപിക്കുകയായിരുന്നു. അതേപ്പറ്റി തങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് TV കണക്ഷൻ കൊടുക്കാൻ പോയ വീട്ടിലെ ചെറുപ്പക്കാരൻ TV സീരിയൽ കഥ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. 3-4 എപ്പിസോഡ് എഴുതി നൽകാൻ പറഞ്ഞു. അത് വായിച്ച് താൻ തന്നെ ചിരിച്ചുപോയി. അബി വർഗീസ് ആയിരുന്നു ആ ചെറുപ്പക്കാരൻ. തിരക്കഥ രചിക്കാൻ അജയൻ വേണുഗോപാലിനെ ചേർത്തു. പിന്നീട് അക്കരെ കാഴ്ച ചരിത്രവുമായി. അമേരിക്കയിലെ ആദ്യകാല മലയാളികളിൽ ഒരാളാണ് ഗ്രേസി ജെയിംസ്. 1971 ന്യൂജേഴ്സിയിൽ എത്തി. ന്യൂജേഴ്സിയിൽ ഹോസ്പിറ്റലാണ് സ്പോൺസർ ചെയ്തത്. 1973 സഹോദരനും മുൻ ഫോമ പ്രസിഡന്റുമായ ബേബി ഊരാളിൽ എത്തി. അകാലത്തിൽ 1981 ഭർത്താവിന്റെ വിയോഗം ജീവിതത്തെ ഏറെ ബാധിച്ചു. കുറച്ചുനാൾ ജോലി ചെയ്തില്ല. ചിക്കൻ ബോക്സ് വന്ന് ന്യൂമോണിയായി മാറിയതാണ്. ആശുപത്രിയിൽ ഫ്ലൂയിഡ് കയറ്റിയതാണ് ദോഷകരമായതെന്നാണ് ഇന്നും താൻ കരുതുന്നത്. ഡോക്ടർമാർക്കും അക്കാര്യം അന്നത്ര അറിയില്ലായിരുന്നു. ന്യൂയോർക്ക് ലോങ് ഐലൻഡിലെ പിൽഗിംഗ് സ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അവിടെ യൂണിയൻ കൗൺസിലറായിരുന്നു. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 9 വർഷം പ്രവർത്തിച്ചു. ലേബർ മാനേജ്മെന്റ് കമ്മിറ്റിയിലും അഫർമേറ്റീവ് ആക്ഷൻ കമ്മിറ്റിയിലും പ്രവർത്തിച്ചു. സ്റ്റേറ്റ് ഓഫീസുകളുമായി നിരന്തരം ബന്ധപ്പെട്ടു. ഫോമയിൽ എന്നും പ്രവർത്തനം തുടർന്ന് ഗ്രേസി ജെയിംസ് 1 വട്ടം ഇലക്ഷൻ കമ്മീഷണറുമായിരുന്നു. ഇപ്പോൾ ഡാളസിൽ താമസം. റിട്ടയർമെന്റിന് ശേഷം ന്യൂയോർക്ക് വിട്ടു. മക്കൾ 3 പേരും കുടുംബമൊത്ത് ഡാളസിലേക്ക് മാറി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.